ഹായ് എവരിവൺ, നെഫ്റ്റോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എത്തേറിയത്തിലുള്ള അപ്ഗ്രേഡ്സിനെ പറ്റിയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു അപ്ഗ്രേഡാണ് എത്തേറിയം മെർജ്. ഈ ഒരു മെർജ് വിജയകരമായി തീർന്നതിൻ്റെ ഫലമായിട്ടാണ് എത്തേറിയം പ്രൂഫ് ഓഫ് വർക്കിൽ നിന്ന് പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറിയത്. അതായത് ഇനി എത്തേറിയം നെറ്റ്വർക്ക് വാലിഡേറ്റ് ചെയ്യുന്നത് മൈനേഴ്സ് ആയിരിക്കില്ല, പകരം സ്റ്റേക്കേഴ്സ് ആയിരിക്കും ഇത് വാലിഡേറ്റ് ചെയ്യുക. ഈ ഒരു മെർജ് സക്സസ്ഫുൾ ആയി നടന്നതിൻ്റെ ഭാഗമായിട്ട് എത്തേറിയത്തിൻ്റെ എനർജി കൺസംഷൻ 100 ടെറാവാട്ട് അവർ പെർ ഇയറിൽ നിന്ന് 0.01 ടെറാവാട്ട് അവർ പെർ ഇയറിലേക്ക് ചേഞ്ച് ആയി. വളരെ വലിയൊരു ഡിഫറൻസ് ആണ് അവിടെ കാണാൻ സാധിച്ചത്. ഈ ഒരു അപ്ഗ്രേഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് ഈ എത്തേറിയം നെറ്റ്വർക്കിൽ വരാൻ പോകുന്നത്, എന്താണ് അതിൽ പുതിയതായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്നത്, പുതിയതായിട്ട് വരുന്ന അപ്ഗ്രേഡുകൾ ഏതൊക്കെയാണ്. എല്ലാ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കുകളും ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ബ്ലോക്ക് ചെയിൻ ട്രൈലമ. ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എത്തേറിയം ഈ അപ്ഗ്രേഡ്സ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബ്ലോക്ക് ചെയിൻ ട്രൈലമ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമായിരുന്നു ഈ എത്തേറിയം മെർജ്. ഇതിനുശേഷം വേറെ പല ഫേസുകളിലൂടെയും കടന്നുപോയാൽ മാത്രമേ ബ്ലോക്ക് ചെയിന് ആ ഒരു ബ്ലോക്ക് ചെയിൻ ട്രൈലമ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഫേസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നെക്സ്റ്റ് മേജർ ഫേസുകളാണ് സർജ്, വെർജ്, പ്ലർജ് ആൻഡ് സ്പ്ലർജ്. ഈ എല്ലാ അപ്ഗ്രേഡ്സ് വഴി എത്തേറിയം ഫോക്കസ് ചെയ്യുന്നത് അവരുടെ നെറ്റ്വർക്ക് കൂടുതൽ സ്കെയിലബിൾ ആക്കാനും എല്ലാ യൂസേഴ്സിനും വളരെ സിമ്പിളായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കായി മാറ്റുക എന്നതാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഈ മേജർ ഫേസുകളെ പറ്റി കൂടുതലായിട്ട് നോക്കാം. ആദ്യം നമുക്ക് സർജ് എന്താണെന്ന് നോക്കാം. ഈ സർജ് എന്നത് എത്തേറിയം അവരുടെ നെറ്റ്വർക്ക് കൂടുതൽ സ്കെയിലബിൾ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെയർ 2s വഴിയും പിന്നെ ഷാർഡിങ്, റോളപ്സ് പോലെയുള്ള കമ്പാനിയൻ പ്രൊഡക്റ്റുകൾ വഴിയും ഈ പറയുന്ന നെറ്റ്വർക്ക് യൂസേഴ്സിന് സിമ്പിളായി യൂസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് ഈ പറയുന്ന സർജ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഷാർഡിങ്. കമ്പ്യൂട്ടർ സയൻസിൽ ആപ്ലിക്കേഷൻ സ്കെയിൽ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഷാർഡിങ്. ഇതുവഴി ഇതിനകത്ത് കൂടുതൽ ഡാറ്റ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. എത്തേറിയത്തിൽ ഈ ഷാർഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് വഴി ഒരു ഡാറ്റയുടെ ഒരു ഇൻഫോർമേഷൻ്റെ മൊത്തമായിട്ടുള്ള ഇൻഫോ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഒരു ഭാഗം മാത്രം ഇതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് വെർജ് എന്താണെന്ന് നോക്കാം. വെർക്കൽ ട്രീസ് എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എത്തേറിയം അവരുടെ സ്റ്റോറേജ് ഒപ്റ്റിമൈസ് ചെയ്യാനും നോഡ് സൈസ് കുറയ്ക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് വെർജ്. ഈ വെർജ് വഴി എത്തേറിയത്തിൻ്റെ സ്കെയിലബിലിറ്റി കൂടുതലാവുമെന്നാണ് പറയപ്പെടുന്നത്. ചെറിയ പ്രൂഫ് സൈസുകൾ അലോ ചെയ്യുന്ന മെർക്കൽ ട്രീയിലെ പ്രൂഫുകൾ കൂടുതൽ പവർഫുൾ ആക്കുന്ന ഒരു അപ്ഗ്രേഡാണ് ഈ പറയുന്ന വെർക്കൽ ട്രീസ്. ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നതിന് മുന്നേ നമുക്ക് മെർക്കൽ ട്രീസ് എന്താണെന്ന് നോക്കാം. മെർക്കൽ ട്രീ എന്നത് ഒരു ബൈനറി ഹാഷ് ട്രീ സിസ്റ്റമാണ്. വലിയ ഡാറ്റാ സെറ്റുകളെ ചെറിയ ചെറിയ ഡാറ്റാ സെറ്റുകളാക്കി അതിനെ കൂടുതൽ കാര്യക്ഷമമായി വാലിഡേറ്റ് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചറാണിത്. ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം, കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ളത്. എന്നാലും നമുക്ക് ഈ പറയുന്ന മെർക്കൽ ട്രീയുടെ വർക്കിങ്ങിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മെർക്കൽ ട്രീയുടെ വർക്കിംഗ് എന്ന് പറയുന്നത് കോഡിംഗ് ഉപയോഗിച്ച് ഇൻഫർമേഷനുകളുടെ ബ്ലോക്കുകളെ എൻക്രിപ്റ്റ് ചെയ്ത് വയ്ക്കുക എന്നതാണ്. ഇതിനായി പുതിയ ഇൻഫർമേഷനുകളെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഒരു ബ്രാഞ്ച് സിസ്റ്റം രൂപീകരിക്കുന്നു. ഇതിനെയാണ് മെർക്കൽ റൂട്ട് എന്ന് പറയുന്നത്. ഈ റൂട്ട് ഇതിനു മുന്നേയുള്ള ഇൻഫർമേഷനുകളുടെ നമ്പർ സ്ട്രിംഗ് കണ്ടെത്തി അതിനെ ട്രേസ് ചെയ്യാൻ സഹായിക്കും. ഇതാണ് മെർക്കൽ ട്രീയുടെ വർക്കിംഗ്. ഇത് ആദ്യമായി യൂസ് ചെയ്യുന്നത് ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിലാണ്. എത്തേറിയത്തിലും ഈ മെർക്കൽ ട്രീ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഈ മെർക്കൽ ട്രീ പോലെയുള്ള ഒരു സ്കീമാണ് വെർക്കൽ ട്രീ. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് മെർക്കൽ ട്രീയിലെ ഹാഷസിന് പകരം ഒരു വെക്റ്റർ കമ്മിറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. ഇത് വിശാലമായ ബ്രാഞ്ചുകളെ കൂടുതൽ എഫിഷ്യന്റ് ആക്കും. ഇനി നമുക്ക് അടുത്ത ഫേസായ പർജ് എന്താണെന്ന് നോക്കാം. എത്തേറിയം നെറ്റ്വർക്കിലുള്ള സ്പെയർ ഹിസ്റ്റോറിക്കൽ ഡാറ്റ റെഡ്യൂസ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് പർജ്. ഈ സ്പെയർ ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ അളവ് കുറയ്ക്കുന്നത് വഴി പുതിയ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് മെക്കാനിസത്തിലുള്ള വാലിഡേറ്റേഴ്സിന് ഈ പറയുന്ന വാലിഡേറ്റിംഗ് പ്രോസസ്സ് കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ സാധിക്കും. ഇത് നെറ്റ്വർക്കിലുള്ള തിരക്ക് കുറയ്ക്കാനും ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ കൂടുതലായി പ്രോസസ് ചെയ്യാനും അനുവദിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിന്റെ അവസാനത്തോടു കൂടി എത്തേറിയം നെറ്റ്വർക്കിൽ ഒരു സെക്കൻഡിൽ 1,00,000 ട്രാൻസാക്ഷൻസ് വരെ നടക്കുമെന്നാണ് വിറ്റാലിക് ബൂട്ടറിൻ പറയുന്നത്. ഇനിയുള്ള അടുത്തൊരു ഫേസ് ആണ് സ്പ്ലർജ്. ഇതാണ് ലാസ്റ്റത്തെ ഫേസ്. സ്പ്ലർജ് എന്ന് പറയുന്നത് ഒരു ഫണ്ട് പ്രോസസ് ആയിട്ടാണ് എത്തേറിയത്തിന്റെ കോഫൗണ്ടറായ വിറ്റാലിക് ബൂട്ടറിൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു ഫേസിൽ ഈ പറയുന്ന നെറ്റ്വർക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടോയെന്നും ഇതിനു മുന്നേ നടന്ന ഫേസുകളിലെ പ്രോട്ടോകോൾ അപ്ഡേറ്റ്സിന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിക്ക് നടക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്ന ഒരു സിമ്പിൾ ആൻഡ് ലാസ്റ്റ് ഫേസ് ആണ് സ്പ്ലർജ്. നമ്മളിപ്പോൾ 4 ഫേസുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയാണ് എത്തേറിയം മെർജിന് ശേഷം എത്തേറിയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ കൊണ്ട് എത്തേറിയം കൂടുതൽ സ്കെയിലബിൾ ആകുമെന്നാണ് പറയപ്പെടുന്നത്.
ഈ എല്ലാ ഫേസുകളും കംപ്ലീറ്റ് ആയതിനു ശേഷം എത്തേറിയം ബ്ലോക്ക് ചെയിൻ ട്രൈലമ മറികടക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ എത്ര വർഷം കൊണ്ട് തീരുമെന്ന് ആർക്കും അറിയില്ല. കുറെ വർഷങ്ങളുടെ ഹാർഡ് വർക്കാണ് എത്തേറിയം മെർജ് കംപ്ലീറ്റ് ആക്കാൻ എടുത്തത്. എത്തേറിയം മെർജ് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് സർജിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് നെറ്റ്വർക്ക് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇതേപോലെ ഓരോ ഫേസ് കഴിഞ്ഞാലേ അടുത്ത ഫേസ് സ്റ്റാർട്ട് ആവുകയുള്ളൂ. സോ നമുക്ക് ഈ പറയുന്ന എല്ലാ ഫേസുകൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ പറയുന്ന ഫേസുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എത്തേറിയം കൂടുതൽ യൂസേഴ്സിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കായി മാറുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഈ ഡൗട്ട് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കുള്ളൂ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.